പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 21 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഘാതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായ ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സ്പർശിക്കണേ കർത്താവെ.
അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സും മടുത്ത് തളർന്നിരിക്കണം ഈശോയെ. അവരെല്ലാം നിന്റെ തിരുമുറുപാർന്ന് അണിപ്രതാർന്ന് വലത് കരത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവസിക്കണമേ. അടിപ്പിണ പോലെ വൈതാഖലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മരിച്ചിട്ടുള്ള ആൾക്കാരെ, വിശ്വാസം മൃതപ്രായമായ അവസ്ഥകളിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ യാത്ര, നിൻ്റെ സംസാരം, നിൻ്റെ സംഭാഷണം, നീ കൈ കൊടുക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, സംസാരിക്കുന്ന വാക്കുകൾ ഈശോ ഏറ്റെടുത്ത് ആശീർവദിച്ച് നിനക്ക് നൽകുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഒരു സത്യം, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അനുതാപത്തിൻ്റെ മേഖലകളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുവിശേഷം മുന്നേറുന്നത്. അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഒരെണ്ണത്തിന് ഒരു ചങ്ങല കൊണ്ടും ബന്ധിക്കാൻ പറ്റത്തില്ല. ചങ്ങലകൾ പലതുണ്ടല്ല. ഇപ്പം ചിലർ പറയും അപ്പനവനെ അനുസരിക്കും, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല. എടാ ഞാൻ പറയണില്ല, അപ്പൻ വരട്ടെ, അപ്പനോട് പറയാം. അപ്പനൊരു ചങ്ങലയാണ്, പക്ഷേ ചിലപ്പോൾ അപ്പനെ അനുസരിക്കത്തില്ല. അപ്പം അവരൊരു കൂട്ടുകാരനുണ്ട്, അവനോട് പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ കേൾക്കും, ചിലപ്പോൾ കൂട്ടുകാരനെയും കേൾക്കത്തില്ല. അപ്പം അങ്ങനെ ആർക്കും ബന്ധിക്കാൻ, ആർക്കും അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ, അവന് മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാൻ നോർമലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അനേകം ലഘുവരുമായിട്ട് അവൻ മുന്നേറുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുന്നത് നമ്മൾ ആന്തരിക സൗഖ്യം എന്ന് പറയുകയും ചെയ്യും. തന്നെത്താനുണ്ടാക്കുന്ന മുറിവുകളാണ്. പല വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രോബ്ലം പുറത്തല്ല, പ്രോബ്ലം അകത്താണെന്ന്. പ്രോബ്ലമാറ്റിക് പേഴ്സൺസ് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും, നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ചിലവരെ 1-2 പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി ആകെ വലിയ അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത്, രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്യ അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അവർ ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടമുണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാചുബാധരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേരിൽ എൻ്റെ അടുത്ത് കുതിര കയറാൻ പറ്റരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർ വൈ ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ്. എനിക്കെന്താ പ്രത്യേകത? സുവിശേഷം അന്വേഷിക്കുന്ന, സുവിശേഷത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ നമ്മൾ എന്നും ഒരു വിനയാനെതിരായ അന്വേഷകൻ. അതിൻ്റെ അപ്പുറത്ത് എന്താ?